പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് കേരളത്തെയും ബാധിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാചകവാതക പ്രതിസന്ധി ഹോട്ടലുകളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഗ്യാസ് സിലിണ്ടർ ലഭ്യതക്കുറവ് കേരളത്തിലെ ഹോട്ടൽ മേഖലകളിൽ ബാധിച്ചിരിക്കുകയാണ്. ഇത് കാരണം നിരവധി ഹോട്ടലുകളാണ് അടച്ചുപൂട്ടൽ ഭീഷണിയിലുള്ളത്. ഗ്യാസ് ലഭ്യത ഇവിടെ നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മുടെ ഒരു നല്ലൊരു പോർഷൻ ഓഫ് നമ്മളൊരു പ്രോഫിറ്റ് നമുക്ക് അത് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മെനു കാർഡിൽ തന്നെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 40% മാത്രം സെയിൽ നടത്തി ഇപ്പോൾ മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം നമുക്ക് വളരെ നന്നായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം മെനുവിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു 40% മാത്രം മെനുവിലുള്ള ഐറ്റംസ് സെയിൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥ. ഇപ്പോൾ ബാക്കിയുള്ള ഒരു സ്റ്റാഫും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവർക്കിപ്പോൾ ജോലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ലീവ് കൊടുത്ത് നടത്തിയേക്കാണ്. വളരെ ബുദ്ധിമുട്ടാണ്. പണ്ട് വിറകടുപ്പായിരുന്നല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? വിറകടുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മന്തി, ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാം. പിന്നെ ചൈനീസ് ഐറ്റംസ് വരുമ്പോഴത്തന്നെ ആണെങ്കിലും പിന്നെ പൊറോട്ട, ഷവർമ, ഷവായി ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഗ്യാസില്ല പറ്റത്തില്ല. അപ്പോൾ വിറകടുപ്പ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഗ്യാസില്ല നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് ഇപ്പോൾ ഒരാഴ്ച മുതൽ തുടങ്ങിയതാണ്. കാര്യം ഗവൺമെൻറ് പറഞ്ഞത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പറച്ചിൽ വന്നത് 80 ദിവസത്തോളം ഗ്യാസിനും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഷോർട്ടേജ് വരത്തില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ധാരണയിലാണ് ഞങ്ങൾ ഹോട്ടലുകാർ ഇപ്പോൾ നടത്തി മുന്നോട്ട് പോയത്. പക്ഷേ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് ശരിക്കും തീർത്തും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. കൊമേഴ്സ്യൽ ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കേണ്ടതെന്നാണ് ഗവൺമെൻറ് തീരുമാനം. അത് 100% പ്രാവർത്തികമാക്കിയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാര്യം 4 ദിവസങ്ങളോളമായി ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ഹോട്ടലിലാണെങ്കിൽ 2 ദിവസത്തേക്കുള്ള ഗ്യാസേ നിലവിൽ ലഭ്യമായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അടച്ചിടേണ്ടി വരും. ഇപ്പോൾ മാവേലിക്കര തന്നെ ഏകദേശം 10ഓളം ഹോട്ടലുകളും ചെറുകിട കച്ചവടക്കാരും എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയെ ഇത് വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇടപെടണം. പ്രത്യേകിച്ച് ഈ വാണിജ്യ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ബേക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളിലും ഗ്യാസ് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. കാര്യം ബാച്ചിലേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ബി ഗുഡ്, ടിജൂസ് ഇങ്ങനെയൊക്കെയുള്ള അവർക്കൊക്കെ ഹോസ്റ്റൽ സംവിധാനം എല്ലാം സ്റ്റോപ്പായിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റുഡൻസ് കൂടുതലായിട്ട് നമ്മളെ ആശ്രയിക്കുന്നുണ്ട്. കൂടാതെ ബാങ്കിലെ ജോലിക്കാരെ, സർക്കാർ ജീവനക്കാർ എല്ലാം നമ്മളെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവർക്കുള്ള എങ്ങനെ ഭക്ഷണ സാധനം കൊടുക്കുമെന്നുള്ള ഒരു ടെൻഷനിലാണ് ഞങ്ങൾ. കാര്യം ഇതൊരു കസ്റ്റമറുടെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണെങ്കിൽ പോലും ഇതിനകത്തൊരു കാരുണ്യ പ്രവർത്തനം കൂടെ ഉണ്ടല്ലോ. സമയത്തിന് അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കർത്തവ്യമാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള സഹായം അത് ഞങ്ങൾക്ക് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത്. മെനുവിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? മെനുവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഞങ്ങളുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് രാവിലെ മാത്രമേ ദോശയുള്ളൂ. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യും. 12 മണി മുതൽ 3 മണി വരെ ചോറ് മാത്രം, അതായത് മീൽസ് മാത്രം. ആ സമയങ്ങളിൽ ദോശ ഐറ്റംസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ 4 മണി മുതൽ മാത്രമേ ദോശ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. വൈകിട്ടുള്ള ചൈനീസ് ഐറ്റംസിനും കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. കാര്യം ഹൈ ഫ്ലെയിമിൽ മാത്രമേ ചൈനീസിൻ്റെ സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഗ്യാസ് കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ പ്രിക്കോഷൻ എടുത്താണ് ഞങ്ങളിപ്പം കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതുകൊണ്ട് ലേറ്റ് ആവുന്നുണ്ട്. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനും ലേറ്റ് ആവുന്നുണ്ട്. ഒരുപാട് ഗ്യാസ് തുറന്നു വിടാതെ ഒരു 50% ബർണറിലേക്കുള്ള ഫോഴ്സ് കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. പൊതുവേ എന്തായാലും ഗ്യാസ് ഇല്ലാതെ ഒരു കാരണവശാലും മുമ്പോട്ട് പോകാത്ത രീതിയിലാണ് ഞങ്ങളുടെ തന്നെ ഹോട്ടൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ബാങ്കാണ്. വിറകുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന യാതൊരു സംവിധാനങ്ങളുമില്ല. ഇവിടെ ചില ഹോട്ടലുകളിൽ മാത്രമേ പുറത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വിറകിൻ്റെ സംവിധാനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നടുക്കടലിലാണ് ഇപ്പോൾ. എങ്ങനെങ്കിലും ഈ ഗ്യാസിൻ്റെ വന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ. കൂടാതെ ജനങ്ങളെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ള ഒരു മാനസിക പ്രയാസവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തി ഈ കൊമേഴ്സ്യൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം പഴയതുപോലെ ആക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നേരിടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരിക്കുന്ന രീതിയിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാനില്ല. പിന്നെ ഇപ്പോൾ ഒരു 2 ദിവസം കൂടെയൊക്കെ പിടിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഈ രീതി തുടർന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അടച്ചിടേണ്ടി വരും. മെനുവിന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇപ്പം തൽക്കാലം മാറ്റം വരുത്തിയിട്ടില്ല. എങ്കിലും നേരത്തെ ഞങ്ങൾ 1 മണി വരെ ആയിരുന്നു ദോശ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കുറച്ചിരിക്കുകയാണ്. നേരത്തെ 1 മണി വരെ ദോശ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ലൈവായിട്ടാണ് ദോശയെ കൊടുക്കുന്നത്.
മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ലൈവായിട്ട് പൂരിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 12 മണിയാകുമ്പം ഗ്യാസ് ഓഫ് ചെയ്യും. പിന്നെ ഊണ് കഴിഞ്ഞ് 3 മണി കഴിഞ്ഞതിന് ശേഷമേ ഓപ്പൺ ആവത്തുള്ളൂ. പണ്ട് വിറകടുപ്പായിരുന്നല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? വിറകടുപ്പ് നല്ലതായിരിക്കാം, പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഈ കിച്ചണിലൊക്കെ വിറകടുപ്പ് ഉപയോഗിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നാമത് സ്പേസ് കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ ഇതിനകത്തോട്ട് പുകയും മറ്റു കാര്യങ്ങളൊക്കെ ആഹാരം കഴിക്കാൻ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ നില തുടർന്ന് പോവുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗം സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ. നാളത്തെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത വന്നു തുടങ്ങിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ഗ്യാസ് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ന്യൂസിനകത്ത് പറയുന്നുണ്ട്, ഹോട്ടലിൻ്റെ ഗ്യാസ് കൊടുത്തു തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. കുറേശ്ശൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ബുദ്ധിമുട്ടാണ്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കടകൾ പലതും പൂട്ടിക്കൊണ്ട് വരിക. നമ്മളും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പം നിലവിലുള്ള ഗ്യാസിൻ്റെ ലഭ്യത തീർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളും പൂട്ടേണ്ട അവസ്ഥയിലാണ്. അതിനിപ്പുറമായിട്ട് കിട്ടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. പണ്ട് വിറകടുപ്പായിരുന്നല്ലോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, വിറകടുപ്പെന്ന് പറയുന്ന ആ ഒരു സംസ്കാരം മാറി. ഇപ്പോൾ എല്ലാം എന്താ പറഞ്ഞ പോലെ ഈ മറ്റേ ഉടൻ അടി ചെയ്തു കൊടുക്കുന്ന ആ ഒരു സംവിധാനത്തിന് നമുക്ക് വിറകടുപ്പ് കൊണ്ട് പറ്റത്തില്ല. വിറകടുപ്പിൽ ചെയ്യുന്നതാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ അത് കൂടുതൽ കാലതാമസം വരുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കി ഇപ്പോൾ ഗ്യാസിലേക്കാകുക. പിന്നെ ഗ്യാസ് യഥേഷ്ടം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ കെടുതി കാരണമാണ് ഇപ്പം കിട്ടാത്തത്. അത് മാറി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെന്ത് ചെയ്യാൻ. ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലൈവ് ഫുഡ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ പുറത്ത് നമ്മൾ ചായ അങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നിർത്തി. ഇപ്പോൾ അതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഡെയിലി നമ്മൾ കുറ്റി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചിട്ട് ഡിലേ ആക്കി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ടൈമിങ്ങിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഫുഡിൻ്റെ. അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയോട്ട് തുടങ്ങുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റാക്കി സ്റ്റാർട്ട് ചെയ്യുന്നു. വിറകടുപ്പായിരുന്നല്ലോ പണ്ട് ഉപയോഗിച്ചിരുന്നത്, അത് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ടോ? പറ്റില്ല, ഹോട്ടലിൽ ബുദ്ധിമുട്ടാണ് അത്. നമ്മൾ ഇപ്പോൾ ചൈനീസിനൊന്നും അങ്ങനെ പറ്റില്ല. പാചകവാതക ദൗർബല്യം വരും ദിവസങ്ങളിൽ ജനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ ഉറപ്പ് പാലിക്കപ്പെട്ടാൽ ഈ പ്രതിസന്ധിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. 114 ന്യൂസ്, മാവേലിക്കര.